നാലാം വാർഷികത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസാധ്യമെന്ന് കരുതിയ പല പദ്ധതികളും LDF സർക്കാർ നടപ്പിലാക്കി. ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ദേശീയപാതാ വികസനം സാധ്യമായത്. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് ഉറച്ച ചുവടുവയ്പോടെ പോകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ കടുത്ത അലംഭാവം കാരണം വഴിമുട്ടി നിന്നിരുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ദേശീയപാതാ വികസനം. ആ ദേശീയപാതാ വികസനം LDF സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് UDF സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ ജനങ്ങളുടെ ആശങ്കകളെല്ലാം ദൂരീകരിച്ച് ആ പദ്ധതിയും പൂർത്തീകരിച്ചു. മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനം കഴിഞ്ഞ 4 വർഷങ്ങളായി നടത്തിയ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അസാധ്യമെന്ന് കരുതിയ ദേശീയപാതയുടെ വികസനം, ഗെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികളും, അതോടൊപ്പം തന്നെ കൊച്ചി മെട്രോ, വിഴിഞ്ഞം പദ്ധതി, അതോടൊപ്പം തന്നെ ഈ ഗെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അന്ന് തറക്കെട്ടിൽ അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് മാത്രമേ ചെയ്തുള്ളൂ. അതിന്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ സംസ്ഥാന സർക്കാരിന്റെ, ഈ സർക്കാരിന്റെ ഭാഗത്താണ്. അത് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. മാത്രമല്ല ഓരോ മേഖലയും, വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത്, അതോടൊപ്പം തന്നെ ഓരോ മേഖലയും, വൈദ്യുതി ഉൾപ്പെടെയുള്ള ഓരോ മേഖലയും എണ്ണി പറഞ്ഞുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഏറ്റു പറയുകയാണ് ചെയ്തത്. കേന്ദ്രം വലിയ തരത്തിലുള്ള ഞെരുക്കലുണ്ടാക്കി, സാമ്പത്തികത്തിന്റെ പേരിൽ ഞെരുക്കലുണ്ടാക്കിയിട്ട് പോലും സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. മാത്രം എല്ലാ കാര്യത്തിലും, നിയമനത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാമൂഹ്യ നീതിയുടെ കാര്യത്തിലാണെങ്കിലും ക്രമസമാധാനത്തിന്, ഭദ്രമായ ക്രമസമാധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ സംസ്ഥാന സർക്കാരിന് ജനങ്ങളെ വലിയ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ഒരു വർഷം എന്ന് പറയുന്നത് ഇനി പദ്ധതി പൂർത്തീകരിക്കാനുള്ള പദ്ധതികളായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വെള്ളിയാഴ്ച എല്ലാ വർഷത്തെയും പോലെ 4ാം വർഷത്തിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ പുറത്തിറക്കും എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിലും ചില പ്രതികരണങ്ങൾ കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് പ്രധാനമായും ആശാസമരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ്. ആശാസമരത്തെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇനി സർക്കാർ മുൻകൈ എടുക്കില്ല എന്ന്, ഈ ഘട്ടത്തിൽ മുൻകൈ എടുക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. തീപിടുത്തവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കളക്ടർ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. വന്യമൃഗവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അത് വന്യമൃഗ ശല്യം തടയണമെങ്കിൽ